PJ ജോസഫിന് രാഷ്ട്രീയം നിർത്തി പശുക്കറവയും കൃഷിയുമായി പോകാമെന്ന പരാമർശവുമായി PC ജോർജ് MLA. പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായ PJ ജോസഫിനെ തഴഞ്ഞ കോട്ടയത്ത് തോമസ് ചാഴിക്കാടന് സീറ്റ് നൽകിയ നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു PC ജോർജ്. പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ. അത് കൊടുക്കാതെയാണ് ഇപ്പോൾ സ്ഥിരം തോൽക്കുന്ന ഒരു ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്നും PC ജോർജ് പറഞ്ഞു. PJ ജോസഫിന് ചെയ്യാൻ രണ്ട് കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയം നിർത്തി പശുക്കറവയും കൃഷിയുമായി പോകാം. അത് ജോസഫിന് ഇഷ്ടമുള്ള തൊഴിലാണ്. അല്ലെങ്കിൽ ഈ അനീതിക്കെതിരെ യുദ്ധം ചെയ്യാമെന്നും PC ജോർജ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് BN വാസവനുമായി രഹസ്യ കച്ചവടം ഉണ്ടായിരുന്നു. ആ രഹസ്യ കച്ചവടത്തിലൂടെ ജോസ് കെ മാണിക്ക് ലാഭം കിട്ടിയിട്ടുമുണ്ട്. ആ ലാഭത്തിന് പ്രത്യുപകാരം ചെയ്യുക എന്ന നിലയിൽ തന്നെയാണ് സ്ഥിരം തോൽവിക്കാരനായ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്നും PC ജോർജ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് തോമസ് ചാഴിക്കാടനെ മത്സരിപ്പിക്കാനുള്ള നീക്കം ഇടതു സ്ഥാനാർത്ഥി BN വാസവനെ സഹായിക്കാനെന്ന് PC ജോർജ് പ്രതികരിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥി വാസവനും കേരള കോൺഗ്രസിലെ ജോസ് കെ മാണിയും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്നും ഇവർ തമ്മിൽ ചർച്ച നടക്കുന്നുണ്ടെന്നും PC ജോർജ് പറഞ്ഞു. ചാഴിക്കാടൻ ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്നും തോൽക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥിരമായി നിർത്തുന്ന ആളാണെന്നും PC ജോർജ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വാസവന്റെ സഹായത്തോടെ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ ജോസ് കെ മാണി നടത്തിയ ശ്രമം എല്ലാവർക്കും അറിയാം. മാണിയെ സഹായിച്ച വാസവനെ തിരിച്ചു സഹായിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് വാസവനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. ജനകീയ സ്ഥാനാർത്ഥിയായി CPM നിശ്ചയിച്ചിരുന്ന ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് കോട്ടയത്ത് പ്രവർത്തനം തുടങ്ങിയിരുന്നുവെന്നും എന്നാൽ ജോസ് കെ മാണിയുമായുള്ള രഹസ്യബന്ധത്തിന്റെ പേരിലാണ് പകരം വാസവനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും PC ജോർജ് ആരോപിച്ചു. വാസവനെ ജയിപ്പിക്കാനുള്ള തീരുമാനം KM മാണി പണ്ടേ സ്വീകരിച്ചതാണെന്നും PC ജോർജ് പറഞ്ഞു. തോമസ് ചാഴിക്കാടൻ ജയിക്കുന്ന ചിത്രമില്ലെന്ന് PC ജോർജ് ചൂണ്ടിക്കാട്ടി. അയാൾ ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല. ജോസ് കെ മാണി പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. PJ ജോസഫുമായുള്ള തർക്കത്തിന്റെ പുറത്താണ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കിയത്. ജോസഫ് മത്സരിച്ചാൽ വാസവൻ തോൽക്കുമെന്നും എന്നാൽ ചാഴിക്കാടനാണ് നിൽക്കുന്നതെങ്കിൽ വാസവൻ ജയിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. ജോസ് കെ മാണിക്ക് വേണ്ടത് അതാണെന്ന് കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ടെന്ന് PC ജോർജ് കൂട്ടിച്ചേർത്തു. ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ UDF സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. തീരുമാനം സ്വീകാര്യമല്ലെന്നും കടുത്ത പ്രതിഷേധമുണ്ടെന്നും PJ ജോസഫ് അറിയിച്ചിരുന്നു. എന്നാൽ ജോസഫ് വികാരപരമായ തീരുമാനമെടുക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നായിരുന്നു KM മാണിയുടെ പ്രതികരണം. PK ജോസഫിന് സീറ്റ് നിഷേധിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് കേരള കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. ജോസഫിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി PM ജോർജ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി റോജസ് സെബാസ്റ്റ്യൻ എന്നിവർ രാജിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.